ചൈനയ്ക്കെതിരെ കനത്ത താരിഫ് ചുമത്തി ഡൊണാൾഡ് ട്രംപ് 50 മുതൽ 104% വരെയാണ് താരിഫ് ചുമത്തിയിരിക്കുന്നത്. ചൈനയിൽ വിൽപ്പന നടത്തുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 34% നികുതി ചൈന ഏർപ്പെടുത്തിയിരുന്നു. അധിക താരിഫ് പിൻവലിക്കാൻ ചൈന തയ്യാറാകാത്തതിനെ തുടർന്നാണ് താരിഫ് ചുമത്തിയത്. പുതുക്കിയ താരിഫ് ഇന്നു മുതൽ നിലവിൽ വരും. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ പറയൂ. തീർച്ചയായും കൃഷ്ണരാജ്, നമുക്കറിയാവുന്നതാണ്, ആദ്യം അതായത് ട്രംപ് അധികാരത്തിലെത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അധിക നികുതി ചുമത്തുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ അധിക താരിഫ് ചുമത്തുന്നത് സംബന്ധിച്ച് നടന്ന ചർച്ചകളിൽ 10% ചൈനയ്ക്ക് ചുമത്താനിരുന്ന നികുതി അധിക താരിഫ് എന്ന് ഉദ്ദേശിച്ചത്. അതിനെതിരെ ചുമത്തുന്ന നടപടി ആദ്യം തന്നെ കൈക്കൊള്ളുകയും അക്കാര്യത്തിൽ ചൈന നിയമ നടപടികളിലേക്ക് അല്ലെങ്കിൽ ആഗോള വ്യാപാര കരാറിന്റെ ഭാഗമായുള്ള നീക്കങ്ങളെ ലംഘനമാണ് അല്ലെങ്കിൽ തീരുമാനങ്ങളുടെ ലംഘനമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആ ഒരു നടപടിയിലേക്ക് ചൈന നീങ്ങുകയും ചെയ്തു. മാത്രമല്ല, അമേരിക്ക ഉൽപ്പാദിപ്പിച്ച് ചൈനയിൽ വിൽപ്പന നടത്തുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 34% അധിക നികുതി റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തുകയും ചെയ്തു, പകരം നികുതി ഏർപ്പെടുത്തുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് വീണ്ടും കടുത്ത നടപടിയിലേക്ക് ട്രംപ് നീങ്ങിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു വാണിജ്യ ഡെഫിസിറ്റ്, ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 100 ബില്യണിലധികമാണ് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി മുന്നിൽ കണ്ടാണ് ഇത്തരമൊരു നടപടിയെന്നും ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെയാണ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനമുണ്ടായത്. 34% അധിക നികുതി ഏർപ്പെടുത്തിയ നീക്കം പിൻവലിച്ചില്ലെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകും. 50% അധിക താരിഫ് ചൈനയ്ക്കെതിരെ ചുമത്തുന്നതിനുള്ള നീക്കമുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കൃത്യമായി നൽകുകയും 24 മണിക്കൂർ ഇത് നടപടിയെടുക്കുന്നതിന് വേണ്ടി അനുവദിക്കുകയും ചെയ്തിരുന്നു ട്രംപ്. എന്നാൽ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല നിലപാട് വരാത്തതിനെ തുടർന്നാണ് 50 മുതൽ 104% വരെയുള്ള വലിയ തോതിലുള്ള ഒരു നികുതി ചുമത്താനുള്ള നീക്കമുണ്ടായിരിക്കുന്നത്. ഇന്നു മുതൽ നികുതി നടപ്പിൽ വരുന്ന ഏപ്രിൽ 9 മുതൽ നടപ്പിൽ വരുന്നു എന്ന് തന്നെയാണ് ട്രംപ് അറിയിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ വൻതോതിൽ ചുമത്തപ്പെടുന്ന നികുതി, അതായത് 50 മുതൽ 104% വരെ ചേർപ്പെടുന്ന നികുതിയിൽ 104% നികുതി എന്ന് പറയുന്നത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളിലാണ് 104% നികുതി ചുമത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ എത്രയൊക്കെയാണോ ലഭ്യമാകുന്ന വിലയുടെ ഇരട്ടിയിലേറെ വിലയ്ക്ക് ആ ഉൽപ്പന്നങ്ങൾ വിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ തീർച്ചയായും അത് വിപണിയിൽ വലിയ തിരിച്ചടി ചൈനയ്ക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് ചൈനയിൽ പൂർണ്ണമായും നഷ്ടപ്പെടുമെന്ന കൃത്യമായ ഒരു വാണിംഗ് തന്നെയാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. തീർച്ചയായും ചൈനയുടെ ഈ നടപടിയെ, ചൈനയുടെ വലിയ തോതിലുള്ള ഉൽപാദനം വൻതോതിൽ വിറ്റഴിക്കപ്പെടുന്ന ആ രീതി ഡംപിംഗ് എന്നാണ് നേരത്തെ തന്നെ ഇതിനെ സംബന്ധിച്ച് ട്രംപ് പറഞ്ഞത്. അത് നിയന്ത്രിക്കുന്നതിനുള്ള ഒരു നീക്കവും സ്വാഭാവികമായും ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുകയും അതുവഴി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു നീക്കവും തന്നെയാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ഐസൻ ജോസ്.